ഉമേ, ആ വന്നോ? ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ അറിയാനാണ്? മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ. ഹോസ്പിറ്റലിൽ പോയി വന്ന് വേഷം പോലും ഇതുവരെ മാറിയിട്ടില്ല. എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞില്ല മഹിയേട്ടാ. എന്താ ഉമേ ഇത്? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് തന്നെ സ്നേഹിക്കാൻ നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണമെന്നുണ്ടോ? നമുക്ക് നമ്മൾ മതി. ബാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഡോ, തന്റെ പുസ്തകത്തെക്കുറിച്ച് നല്ല റിവ്യൂസ് ആണല്ലോ. ആ എവിടെ നോക്കട്ടെ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ആൾക്കാരിത് എങ്ങനെ സ്വീകരിക്കുമെന്ന്. ഹോ, ഇപ്പോഴാ സമാധാനമായത്. പുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും ഒരുപാട് പേരുടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം വേഗം അയച്ചു കൊടുക്കണം. ഹലോ, അതെ, ഗുഡ് മോർണിംഗ്. ആ താങ്ക് യു. ഓ താങ്ക് യു. ഓ താങ്ക് യു. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് എനിക്കൊരു പ്രചോദനം. അയ്യോ, ഞാനോ? ഞാനിങ്ങനെ ഇതുവരെയുള്ള പ്രോഗ്രാമിനൊന്നും പങ്കെടുത്തിട്ടില്ല. ഓ ശരി ശരി, ആ നോക്കാം. എന്താ പേര്? ഓ കാർത്തിക്. ഓ കാർത്തിക്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ. മഹിയേട്ടാ, മഹിയേട്ടാ. എന്താടോ രാവിലെ നല്ല സന്തോഷത്തിനാണല്ലോ. എനിക്കിപ്പോ ഒരു കോള് വന്നിരുന്നു. ഇവിടെ ആർട്സ് കോളേജിൽ പഠിക്കുന്ന പയ്യനാ. എന്തുവാടോ കാര്യം? ഈ വരുന്ന വായനാദിനത്തിൽ എന്നെ ഗസ്റ്റായി വിളിച്ചിരിക്കുക. ആഹാ, എന്തിനാണെന്ന് അറിയാമോ? എന്നെ ആദരിക്കാനാ. തനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരമല്ലേ? എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഇത് തന്നെയല്ലേ പറഞ്ഞേ? അപ്പുറത്ത് വെച്ചപ്പോ ഈ വീടാണെന്നാ പറഞ്ഞ്. ഇത് ഇതേനായിരിക്കും. വാ. സമയം കറക്റ്റല്ലേ? കോളേജിൽ നിന്നുള്ള കുട്ടികളല്ലേ? വരൂ. എത്തിയോ? ഇരിക്കെ എല്ലാരും ഇരിക്കെ. ഇതിലാരാ കാർത്തിക്? ഞാനാണ് മാം, ഞാനാ കാർത്തിക്. തിങ്കളാഴ്ച അല്ലേ പ്രോഗ്രാം? അതെ മാം, തിങ്കളാഴ്ച പ്രോഗ്രാം. ഇയാൾക്ക് ചെറിയ ടെൻഷനുണ്ട്. എന്തിനാ ടെൻഷൻ? നമ്മുടെ നാട്ടിലെ കോളേജല്ലേ, വരുന്നവരും പോകുന്നവരും എല്ലാം പരിചയക്കാരായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. മാമിന്റെ അടുത്ത പ്രോജക്റ്റ് ഏതാ? ഒരു നോവലിന്റെ പണിപ്പുരയിലാണ്. നോവലിന്റെ പേരെന്താ മാം? പേരൊന്നും ആയിട്ടില്ല മോളെ. ചായ കുടിക്കോ? ഓ, മാഡത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി ഭയങ്കര രസമാണ് കേട്ടോ. വായനക്കാരെ പിടിച്ചിരുത്താൻ പറ്റിയ എന്തോ ഒന്ന് അതിലുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓ താങ്ക് യു. ഞാൻ ആ ബുക്കുകളൊന്നും നോക്കിക്കോട്ടെ? ഇത് കൂടാതെ മുകളിലും കുറേ ബുക്ക് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ വായിച്ചുള്ളതാണ്, ആ എന്നാലും കണ്ടപ്പോൾ വായിക്കുന്നൊരാഗ്രഹം. കാർത്തിക്കിന് എന്താ ഈ ബുക്ക് ഇഷ്ടപ്പെടാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല മാഡം, പക്ഷേ ദസ്തവസ്കിയുടെ പ്രണയം, കൃത്രിമത്വത്തിൻ്റെ യാതൊരു കലർപ്പുമില്ലാത്ത ഭ്രാന്തവും പരിശുദ്ധവുമായ പ്രണയം. കാർത്തിക് വളരെ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. എഴുതാറുണ്ടോ? എഴുതാറൊന്നുമില്ല, വായിക്കാറുണ്ട് ഒരുപാട്. കാർത്തിക് ബുക്ക് എടുത്തോ? അയ്യോ വേണ്ട മാം, ബുക്കുകൾ ഒരിക്കലും കൈവിട്ട് കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് വായിച്ചിട്ട് തിരിച്ചു തരാം. ഓ ആയിക്കോട്ടെ. സാർ എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് മിലിറ്ററിയാ. നമുക്ക് ഇറങ്ങിയാലോ? പ്രോഗ്രാമിന് കാണാം. അപ്പോൾ മറക്കണ്ട, 10 മണിക്ക്. ശരി ശരി, ഓക്കെ. ശരി. നല്ല പ്രോഗ്രാം ആയിരുന്നല്ലേ? അതെ അതെ അതെ. ഇറങ്ങാൻ നേരം കാർത്തികിനെ മാത്രം കാണാൻ പറ്റില്ല. വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അവന്റെ വീട് ഇവിടെ അടുത്താണ്. ഇവിടെ അടുത്തോ? അതെവിടെ? ഇവിടെ നിന്നൊരു 1-2 കിലോമീറ്റർ വരും. അതായത് അവന്റെ അമ്മ മരിച്ചതിന് ശേഷം അവന്റെ വല്യച്ഛൻ്റെ കൂടെയാണ് താമസം ഇപ്പൊ ഇവിടെ. അവന്റെ അമ്മ മരിച്ചോ? പാവം കുട്ടി. എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു മയ്യേട്ടാ. അതവന്റെ അമ്മ മരിച്ചെന്നറിഞ്ഞുണ്ടാവും. കാർത്തിക് എത്തിയല്ലോ. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നമ്മള്. എനിക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. ഞാൻ അവിടുന്ന് പോയിട്ട് വന്നപ്പോഴേക്കും നിങ്ങൾ ഇറങ്ങി. അതവനെ പുറകെ വിട്ടിങ്ങി വന്നത്. കയറി വാ മോനെ. ഇല്ല മാഡം, കോളേജിൽ പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായിട്ടിരിക്കുക. ഞാൻ നാളെ വരാം, മറ്റേ ബുക്ക് തരണ്ടേ. പിന്നെ
പ്രസംഗം അടിപൊളിയായിരുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പോയിട്ട് വരാം. അതെ കാർത്തിക്, നീ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ചേച്ചിയെന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ചേച്ചിയമ്മ എന്ന് വിളിച്ചു. ചേച്ചിയമ്മ. ഓ ആയിക്കോട്ടെ, ശരി, പോയിട്ട് വരാം. ആഹാ, കയറി വാ മോനെ. മഹിയേട്ടനില്ലേ? ഇല്ല, ഏട്ടൻ പുറത്ത് പോയിരിക്കാം. ആ ഇരിക്കിരിക്കി. ആ എന്നാ ചേച്ചിയമ്മ ബുക്ക് വായിച്ചോ? ഓ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓരോ വായനയിലും ഈ ബുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഞാൻ ചായ എടുക്കാം. വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങുവാ. അത് പറ്റില്ല, ചായ കുടിച്ചിട്ട് പോയാൽ മതി. എന്താടോ താൻ കിടന്നില്ലേ? ആ, മഹിയേട്ടൻ കിടന്നോളൂ, ഞാൻ ഡയറി എഴുതി കഴിഞ്ഞിട്ടില്ല. അല്ല മഹിയേട്ടാ, മഹിയേട്ടൻ ഇതുവരെ എൻ്റെ ഡയറി വായിച്ചിട്ടില്ലല്ലോ, അതെന്താ? മറ്റുള്ളവരുടെ ഡയറി അനാവശ്യമായിട്ട് വായിക്കുന്നത് നല്ലതല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ നമ്മൾ തമ്മിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഡയറി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ താൻ എഴുതിക്കോ, ഞാൻ കിടക്കാൻ പോവുക. പ്രണാമോ അമ്മേ. എന്നെ മനസ്സിലായോ? ആരാ? പ്രശസ്ത കവി അച്യുത കൈമളൊന്നും കേട്ടിട്ടില്ല? ഇല്ല. വേനലിലെ തണൽ മരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് നിങ്ങളല്ലേ? അതെ. അത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? വേനലിലെ തണൽ മരം. ആ പേര് തന്നെ ശരിയല്ല. വേനലിലെ തണൽ മരം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ആല് അല്ലെങ്കിൽ പ്ലാവ്. അപ്പൊ പേരും അങ്ങനെ പോലെ. അതിന്റെ ആഖ്യാന ശൈലി തന്നെ ശരിയല്ല. ചേട്ടൻ ഇവിടെ ഇല്ല, എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ വരുമ്പോ പറഞ്ഞാൽ മതി. ആ നോവലിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും വലിച്ചിഴച്ച് അങ്ങ് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ ഏറ്റവും പുതിയ പുസ്തകം, അച്യുതന്റെ കുൽസിതങ്ങൾ. ഒന്ന് വായിച്ചു നോക്കാം, നല്ലതാ. ഒരുപാട് യുവ എഴുത്തുകാർക്ക് പ്രയോജനമായ പുസ്തകമാണ്. ഇനി പുതിയതെന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എന്നോട് ആലോചിച്ചിട്ട്. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു, വീണ്ടും വരാം. പേര് മറന്നു പോണ്ട, അച്യുതന്റെ കുൽസിതങ്ങൾ. ആ ആ ഇന്ന് കോളേജില്ലേ? ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. എനിക്ക് വയ്യ, ഭയങ്കര തലവേദന. ഈ ചൂടുണ്ടോ? ചൂടൊന്നുമില്ല, ഒരു ചായ കിട്ടിയാൽ ആ മതി. വാ വാ, ചായ തരാം. മഹിയേട്ടനില്ലേ? ഇല്ല, ഏട്ടൻ പുറത്തു പോയിരിക്കാം.
ചേച്ചിയമ്മ ഞാനേ ഇറങ്ങുവാ, ഇച്ചിരി തിരക്കുണ്ട്. നീ ചായ കുടിക്കുന്നില്ലേ? ഉമേ, നീ ഇതുവരെ റെഡിയായില്ലേ? ആ കഴിഞ്ഞു, ഇതാ വരുന്നു മഹിയേട്ടാ. ആ നീയോ? നിന്റെ പനിയൊക്കെ കുറവുണ്ടോ? പനിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ഓ ശരി. ആ കാർത്തിക്, നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? അസുഖമൊക്കെ മാറിയോ? ഉമേ, ഉമയുടെ ഫോണിലേക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ആ താൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാനിവിടെ അത്രയും നോക്കിയല്ലോ. ആ എന്ത് പറ്റി? കണ്ണൊക്കെ അകലയും കിടക്കുന്നല്ലോ. ഒന്നുമില്ല മഹിയേട്ടാ, ഒരു തലവേദന. ഹോസ്പിറ്റലിൽ ഞാൻ പോണോ? വേണ്ട വേണ്ട, കാർത്തിക് എപ്പോൾ പോയി വന്നിട്ട്? ഞാനൊന്ന് കിടക്കട്ടെ മഹിയേട്ടാ. മഹിയേട്ടാ, ഇല്ല ഒന്നുമില്ല. നേരത്തെ തുടങ്ങിയ യായോ ഷാദേ, സാധനം സെറ്റ് ചെയ്താ നീ. ഷാദേ കല്ല വിടറാ നിന്റെ സാധനം ഒറ്റ വലി. എങ്ങനെ ഉണ്ട്? കട്ടിയ. അച്ചായോ, നിങ്ങൾ അറിഞ്ഞ എല്ലാം സെറ്റായിട്ടുണ്ട്. നീ അച്ഛനെ കൂടെ നോർക്കണ്ടാവേ. അതൊക്കെ അവൻ്റെ യോഗ ചായ. ഓ നിന്റെ ചേച്ചിയമ്മന്ന് വിളിച്ച് സൗണ്ട് ഒന്ന് കേക്കട്ടെ. പിന്നെന്ത്? ഹലോ, അയച്ചു തന്ന വീഡിയോ കണ്ടു കാണുമല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഇനിയിപ്പം ഈ വീഡിയോ മഹേറിനെ കാണിക്കാനോ ആരോടെങ്കിലും പറയാനോ ഒന്നും നിൽക്കണ്ട. അതിൻ്റെ ഭവിഷ്യത്ത് എന്തുവെന്ന് അറിയായിരിക്കും.
നമ്മൾ രണ്ടുപേരും മാത്രം കണ്ട വീഡിയോ നാളെ ചിലപ്പം നാട്ടുകാർ മുഴുവൻ കണ്ടെന്നിരിക്കും. അതുകൊണ്ട് അതിനൊന്നും പോണ്ട. എൻ്റെ ചേച്ചിയമ്മ എന്ത് സുന്ദരിയാണെന്നറിയോ. നമുക്കിങ്ങനെ വിളിച്ച് സംസാരിക്കുകയും ഇങ്ങനെ കണ്ട മാത്രം മതിയോ? ഒന്ന് നേരിട്ട് കാണണ്ടേ? എന്താ മിണ്ടാ നിൽക്കുന്നേ? ഹലോ, കട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഉമേ 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 കഥ തുറക്ക്. ഉമേ തുറക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. തുറക്ക് ഉമേ. ഉമേ ഉമേ ഒന്ന് തുറക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. കഥ തുറക്കാനാ ഞാൻ പറഞ്ഞേ. ആ മഹിയേട്ടാ. എന്താ ഉമ്മ ഇത്? ഓ ഒന്നുമില്ല മഹിയേട്ടാ, വാ ചായ എടുക്കാം. ഹലോ, എന്നെ ഉപദ്രവിക്കല്ലേ കാർത്തിക്. ഞാൻ എന്റെ മോനെ പോലെയല്ലേ നിന്നെ കണ്ടത്. നിങ്ങൾ മോനെ പോലെ കണ്ടെന്ന് വെച്ച് ഞാൻ അമ്മയെ പോലെ കാണണം. ഒരേ ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം, പിന്നെ എൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. ആ വീട്ടിൽ വെച്ച് വേണ്ട. അവിടെ നിങ്ങൾ തീരെ കംഫർട്ടബിൾ അല്ല. നിങ്ങൾ പറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾ തീരുമാനിച്ചോ? ഒരേ ഒരു പ്രാവശ്യം. എന്താ വേണ്ടാത്ത? ശരി, ആലോചിക്ക്, നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക്. എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഹലോ ഹലോ. ഹലോ ഹലോ. ആലോചിച്ചോ? ആലോചിച്ചു. എവിടെ വെച്ചാ നമ്മള് കാണുന്നത്? ടൗണിനടുത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ വെച്ച്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും.
ഇനി കാർത്തികിന്റെ ശല്യം ഉണ്ടാവത്തില്ല. പേടിക്കണ്ട. എല്ലാവരുടെയും കണ്ണിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്.